അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ദുഃഖകരമായ വാർത്തയാണ് ഫലസ്തീൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അൽ അഖ്സ പള്ളിയുടെ ഇമാം, ഫലസ്തീൻ ഔഖാഫിൻ്റെ മാജി ധാർമ്മിക വ്യവഹാരം ചെയ്തിരുന്ന സച്ചിവ് ഡോക്ടർ യൂസുഫ് സലാമ മരണപ്പെട്ട ദുഃഖവാർത്തയാണ്. ബഹുമാനപ്പെട്ടവർ സെൻട്രൽ ഗാസയിലുള്ള മേഗാസി ക്യാമ്പിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഇസ്രായേൽ വൈമാനിക ദാലി നടത്തി. അതിൽ യൂസുഫ് സലാമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പല അംഗങ്ങളും ഇന്നലെ രാത്രി മരണപ്പെട്ടു പോയി. നൂറുകണക്കിന് ആളുകൾ അവിടെ ആ മയ്യത്ത് ജനാസ അനുഗമിക്കാൻ വന്നു. അള്ളാഹു സ്വർഗം നൽകി ശുഹദാക്കളെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നെതന്യാഹു ഗാസയിൽ ഇസ്രായേലിൻ്റെ അക്രമം 24 മണിക്കൂർക്കിടയിൽ നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെട്ടു പോയത്. 286 ആളുകൾ വലിയ പ്രശ്നത്തിൽ ഒരുപാട് മുറിവുകൾ ഏറ്റിരിക്കുന്നു. അതുപോലെ ഒക്ടോബർ 7 മുതൽക്ക് ഇസ്രായേൽ ഗാസയിൽ ഏകദേശം 4,39,000 വീടുകളിൽ 3,00,000 ചില്ലാര വീടുകൾ പരിപൂർണമായി തകർത്തു എന്നുള്ളതാണ്. അതുപോലെ 200 പാരമ്പര്യമായിട്ടുള്ള പുരാതനത്വമുള്ള കേന്ദ്രങ്ങൾ പരിപൂർണമായി നശിപ്പിക്കുകയും ചെയ്ത വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഏകദേശം ഇസ്രായേൽ ഭീകരന്മാർ, നരാധകന്മാർ, കാട്ടാളന്മാർ 29,000 ബോംബുകളാണ് ഇട്ട് ഒരുപാട് വലിയ നഷ്ടങ്ങൾ, ഒരുപാട് അക്രമങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ക്രിസ്ത്യാനികളുടെ ചർച്ചുകൾ, അതുപോലെ ആശുപത്രികൾ ഒരുപാട് തകർത്ത് കഴിഞ്ഞു. 21,672 പേരുകൾ വലിയ പ്രയാസത്തിൽ വേദനകളെ കൊണ്ട് മരണപ്പെട്ട സംഖ്യ. അതുപോലെ 56,165 പേരുകൾ പരിക്കേറ്റതായി ആശുപത്രിയിൽ കഴിഞ്ഞു. ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് ഇതിനൊരു മോചനം അള്ളാഹു നൽകട്ടെ. അല്ലാത്ത ദുഃഖവാർത്തകളാണ് നിരന്തരമായി ഫലസ്തീൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നിന്ന് അള്ളാഹുവേ, എൻ്റെ വലിയ ഒരു സഹായം നീ നൽകണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.